ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി നാളായി നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇന്ന് വരെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നത്. അതിനാൽ എൻ്റെ ദൈവമായ കർത്താവ്, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, എന്നെ ദൈനംദിനം വഴി നടത്തുന്ന ദൈവം, എന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള ദൈവം ഇന്ന് എൻ്റെ മേൽ കരുണ കാണിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മക്കളുടെ മേൽ കരുണ കാണിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ കരുണ കാണിക്കും എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സമ്പത്തും സമൃദ്ധിയും സ്നേഹവും ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഈ വിശ്വാസം ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ, ജീവിതത്തിലും ഉണ്ടാകട്ടെ. കർത്താവായ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ പ്രഭാതം നമുക്ക് തുടങ്ങാം. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പ്രഭാതത്തിൽ വിറയലോടെ, ദുഃഖത്തോടെ, വേദനയോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. ഈ പ്രഭാതത്തിൽ ആദ്യത്തെ സ്വരം നിന്നിൽ നിന്നും ശ്രവിക്കാൻ കാത്തിരിക്കുന്ന ഈ മക്കൾക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ സ്വരം ശ്രവിക്കാനുള്ള കൃപയും ചൈതന്യം കൊടുത്ത് നിന്നിൽ ആനന്ദിക്കാനും നിന്നിൽ സന്തോഷിക്കാനും ഉള്ള ഇടവരുത്തണമേ. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അഗ്നി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇന്ന് നിന്റെ കരം അവരെ സ്പർശിക്കണമേ. ഈ മക്കളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റുകയും ഒപ്പം ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത്, ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്നിലേക്ക് തിരിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഭയം നീക്കി, ഞങ്ങളുടെ ദുഃഖം നീക്കി, ആശങ്കകൾ അകറ്റി, ആകാംക്ഷകൾ അകറ്റി ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും വിജയം നൽകി, മഹത്വം നൽകി, ഞങ്ങൾ കാലങ്ങളായി കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ,
നീ ഞങ്ങളെ കൈപിടിച്ച് ഇന്ന് നടത്തണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ അനർത്ഥങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്നവരിൽ നിന്നും കർത്താവേ, നിന്റെ അത്ഭുതകരം ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാം നന്മയ്ക്കായി മാറ്റി തീർക്കുന്ന ദൈവമേ, ഇത്രയും കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമാധാനം, സൗഭാഗ്യങ്ങൾ ഇവയെല്ലാം ദൈവത്തിലേക്ക് തിരികെ വരുമ്പോൾ, ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയുമ്പോൾ ഇരട്ടി ലാഭമായി ഞങ്ങൾക്കെല്ലാം ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ കേൾക്കണമേ കർത്താവേ. നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടി ഇന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും, അമിതമായ ചൂടിൽ നിന്നും, അന്തരീക്ഷത്തിലെ എല്ലാ ദുസ്സഹമായ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിന്റെ പൊൻകരം വെച്ച് ഞങ്ങളെ കരുതുന്ന ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെട്ട് നിന്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനം ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ. നിന്റെ കാരുണ്യത്തിൻ കീഴിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെട്ടു തുടങ്ങി. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് നിങ്ങളെ വഴി നടത്തട്ടെ. സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാക്കി ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.